ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 15 ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം. ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ അവിടെ ഒരു ഗ്രാമം പണിയില്ല, എന്നിട്ടൊരു ലീഗിനൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, ഒരു 100 വീടുള്ള ഒരു വലിയ കോളനി, അതൊക്കെ ഞങ്ങൾ വോട്ടാണ് എന്ന് വരുത്തി തീർക്കുക. സത്യത്തിൽ സർക്കാരിന്റെ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞതിലൂടെ വരും തലമുറയെ പോലും ആ കുടുംബങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടില് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പണികൾ ചെയ്യാനുണ്ടോ, അതോ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണോ? എല്ലാ പണി കഴിഞ്ഞിട്ട് നമുക്ക് വീട് തന്നത്. എല്ലാ ഫർണിച്ചറോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയത്. എല്ലാ സൗകര്യമുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ. പുലർച്ചയ്ക്ക് ഗണപതി ഹോമം നമ്മളതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളായിരുന്നു. 6 മണി ടു 7 മണി വരെ നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് 4 മണിക്ക് 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട്ടിൽ, ഈ ഗ്രാമത്തിന് സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ ഒരു വീട് കിട്ടിയതും ഇവിടെ വന്നിട്ട് താമസമാക്കിയതിലാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളത്. ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് കെട്ടി താമസിക്കും ഞാൻ വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ടത്. ആദ്യം തന്നെ മുസ്ലിം ലീഗിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ആ ദുരന്തമുണ്ടായി ഇത്രയും നാളുകൾക്കകം ഒരു സർക്കാരിന് പോലും ഇത്ര കോടി രൂപ പിരിച്ചെടുത്തിട്ടും ഒരു വീട്ടില് ഒരാൾക്ക് പോലും കയറി കിടക്കാൻ ഒരു വീട് നിർമ്മിക്കാത്ത ഈ ഒരു അവസ്ഥയിൽ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങി നിങ്ങൾ ഇത്രയും വീടുകൾ ഇപ്പോൾ നൽകിയത് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതാണ് ഒരു മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു, മുസ്ലിം ലീഗിനെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് താമസിക്കാൻ അവരെ സൗകര്യം ഉണ്ടാക്കി തരില്ല എന്ന്. പക്ഷെ കണ്ണു തുറന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്, മുസ്ലിം ലീഗ് അത്രയും എഫേർട്ട് ഇട്ട് ഇത്രയും വീടുകൾ നൽകി. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവരവരുടെ മതത്തിലുള്ള ആചാരപ്രകാരം അവര് പാലുകാച്ചുകൾ നടത്തി, ഗൃഹപ്രവേശനം നടത്തി, അവർ താമസം തുടങ്ങി. ഒന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ പ്രവർത്തനത്തെ ഇത്രയൊന്നും അഭിനന്ദിച്ച പോരാ. ഈ പ്രവർത്തനത്തിനെല്ലാം ചുക്കാൻ പിടിച്ച എല്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കളും അവരെ സഹായിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരത്തുള്ളൂ. ഒരുപാട് നന്ദി.